ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിന് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുത്ത് നല്ല ചപ്പാത്തിക്ക് കുഴക്കണ പാകത്തിൽ കുഴച്ചെടുക്കുക. ഗോതമ്പ് പൊടി നല്ല കുഴച്ച് നല്ല സോഫ്റ്റ് ആവുന്നതിനെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് റെസ്റ്റിലിരിക്കട്ടെ. ഇതിനാവശ്യമായ തേങ്ങ ഒരു 3 കഷ്ണം ശർക്കര വെച്ച്, അപ്പോൾ ആ ശർക്കര ഇതിലേക്ക് പൊടിച്ച് തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെച്ച മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉണ്ടാക്കി വെക്കട്ടെ. ഇപ്പോൾ ഉരുളകളാക്കി വെക്കൽ കഴിഞ്ഞു. പ്രസ്സിൽ വെച്ചിട്ട് ചെറുതായിട്ട് അമർത്തിയിട്ട് പരത്തി വെക്കുക. ഇതുപോലെ ആ പരത്തി വെച്ച പത്തിരിയിൽ കുറേശ്ശെ നമ്മൾ ശർക്കര ഉണ്ടാക്കി വെച്ച മിക്സ്, ശർക്കരയും തേങ്ങയും കൂടിയുള്ള മിക്സ് അതിൽ ചേർത്ത് മടക്കി വെക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ നിറവൊക്കെ നറക്കൽ കഴിഞ്ഞ് മടക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി സ്റ്റവ് ഓണാക്കി വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നല്ല തിളക്കട്ടെ. ഓരോ കഷ്ണം ഇല എടുത്തിട്ട് ആ ഇലയിൽ അങ്ങനെ വെക്കുക. ഒക്കെ മടക്കി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കട്ടെ. അത് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ആവിയിൽ വേണം. അങ്ങനെ നമ്മളെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഇല അടയും കട്ടൻ ചായയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 4 മണി 5 മണി സമയത്തൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇലയടയാണ് ഇത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.